എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതത്തിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ നന്ദ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഗൗതത്തിനെ ചികിത്സിക്കേണ്ട, തങ്ങൾ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നന്ദ പറഞ്ഞു, ഗൗതം സാറിനെ ചികിത്സിക്കുന്നില്ലേ വേണ്ട, പക്ഷെ നന്ദുവിനെ എനിക്ക് ചികിത്സിക്കാലോ, അവന്റെ കാല് ചികിത്സിച്ച് എനിക്ക് ഭേദമാക്കാമല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ മോനെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ചോളാം. നിങ്ങൾ മാത്രമല്ലല്ലോ ഡോക്ടറായിട്ടുള്ളേ, ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണേലും അവനെ കൊണ്ടുപോയി ചികിത്സിക്കാൻ എനിക്ക് സമ്മതമാണ്. ഞാൻ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാന്ന് പറയണം. നന്ദയ്ക്ക് സങ്കടമായിപ്പോയി, ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് ഗൗതം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വന്ന് ക്യാൻവാസ് ചെയ്യേണ്ട കാര്യമില്ല. ഓ, ഹോസ്പിറ്റലിൽ ഇപ്പൊ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം തന്റെ കയ്യിരിക്കുന്ന ചെക്കും കൂടെ നീട്ടുവാണ്. ഇതേ ഇത്രയും ദിവസം എന്നെ മോനെ നോക്കിയാന് എത്ര രൂപ വേണേലും എഴുതിയെടുത്തോ, ഇത് ചെക്കാന്ന് പറയണം, ബ്ലാങ്ക് ചെക്കാന്ന് പറയണം. ഇത് കേട്ടോ നന്ദയ്ക്ക് ആ പട വിഷമായി പോയി. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. നന്ദ ആ ചെക്കം കൂടെ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഗൗതം സാർ ഈ കാണിച്ചോണ്ടോ ചീപ്പ് പരിപാടിയായിപ്പോയി. എന്റെ കരിയറിനെ അപമാനിക്കുന്ന രീതിയിലാണ്, എന്റെ പാഷനെ, എന്റെ ഡെഡിക്കേഷനെയൊക്കെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പം സംസാരിച്ചേ. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവളാണ് ഈ നന്ദയെന്ന് തോന്നിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്കം കൂടെ വലിച്ചു കീറി ഗൗതത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുവാണ്. പിന്നെ നന്ദുവിനെ ഞാൻ ചികിത്സിക്കാന്ന് പറഞ്ഞ അവന്റെ കാല് ഭേദപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിലെ ആഗ്രഹമുണ്ട്, അവനെ ഓടി നടക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതിന് നിങ്ങളുടെ സഹായം കൂടെ വേണമായിരുന്നു. അച്ഛന്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവന് ആത്മധൈര്യം കൊടുത്താൽ മാത്രമേ അതിന് നടക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ തേടിയത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് മനസ്സിലായെന്ന് പറയാം. പിന്നീട് നന്ദ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും നന്ദ ചോദിച്ചു, അല്ല ഡോക്ടറാൻറ്റി എന്റെ കാല് ഭേദപ്പെടില്ലേന്ന് ചോദിക്കണം. നന്ദ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഗൗതം പിങ്കിയോട് പറഞ്ഞു, എടുക്കാനൊക്കെ ഉള്ള എടുക്കുക, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പറയണം. നന്ദ ഒന്നും മിണ്ടാതെ നന്ദ അവിടെ നിൽക്കുകയാണ്. പിന്നീട് പിങ്കയും ഗൗതം എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. നന്ദ അവിടെ നിൽക്കുകയാണ്. നന്ദയുടെ അടുത്തേക്ക് നന്ദൂട്ടൻ ചെന്നു. നന്ദൂട്ടൻ ചെന്നിട്ട് ചോദിച്ചു, ആൻറ്റി എൻ്റെ കാല് ഭേദമാവില്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് എന്ത് മറുപടി പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് റേസിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പറ്റില്ലേന്ന് ചോദിക്കുക. ആൻറ്റി അല്ലേ പറഞ്ഞേ എൻ്റെ കാല് ഭേദപ്പെട്ട് വരുമെന്ന്, എനിക്ക് ഓടി നടക്കാനൊക്കെ പറ്റുമെന്ന്. ഇത് കേട്ടതും നന്ദയ്ക്ക് സങ്കടമായി. നന്ദ നന്ദൂട്ടനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുവാണ്. പിന്നീട് നന്ദൂട്ടന് പറഞ്ഞു, ദേ ഡോക്ടർ ആൻറ്റിക്ക് ഒരു ഉമ്മ വരാൻ പറയണം. അങ്ങനെ നന്ദൂട്ടന് ഉമ്മ കൊടുത്തു. നന്ദൂട്ടന് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് വന്നിട്ട് നന്ദയോട് പറഞ്ഞു, അതെ എൻ്റെ പപ്പ പറഞ്ഞ് പപ്പ സമ്മതിക്കുവാണെങ്കിൽ ആൻറ്റി എന്നെ ചികിത്സിക്കാൻ വരുമോയെന്ന് ചോദിക്കാം. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഇനി വരത്തില്ല മോനെ എന്ന് പറയണം. ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് നന്ദു അങ്ങോട്ട് പോകുന്നത്. നന്ദയ്ക്ക് ആ ഒരു കാഴ്ച കണ്ടപ്പം നന്ദയ്ക്ക് സങ്കടമായിപ്പോയി. പിന്നീട് പിങ്കി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോകുന്ന വഴിയില്ല, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോളാന്ന് പറയണം. ഇത് കേട്ടത് നന്ദ പറഞ്ഞു, വേണ്ട, എന്നെ കൊണ്ടാനുള്ള വണ്ടി ഇപ്പൊ തന്നെ വരുമെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിർമ്മല അങ്ങോട്ടേക്ക് വരുവാണ്. നിർമ്മല കണ്ട് നന്ദ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ആ സമയം ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് ഗൗതം ഇങ്ങനെ നിൽക്കുന്നത്. ഗൗതത്തിന് സഹിക്കാൻ പറ്റിയില്ല. നന്ദ ആ ബൈക്കിന്റെ പുറയിലേക്ക് അങ്ങോട്ട് കയറി. അന്നൊരു പതുക്കെ നിർമ്മലിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. കാരണം ഗൗതത്തിനെ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് സമനില തെറ്റുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കാരണം നന്ദയുടെ ഒരു മധുര പ്രതികാരമായിരുന്നു. പിങ്കിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ തനിക്ക് എന്ത് നിർമ്മലിന്റെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം എടുത്തുകൂടാ, അല്ലെങ്കിൽ ശരിക്കും ഇത് കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഗൗതം കരുതിയ എന്താ, ഒറിജിനലായിട്ട് നിർമ്മല ഭർത്താവാന്നുള്ള കാര്യം. പിന്നീട് നന്ദ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സമനില തെറ്റുന്ന പോലെ തോന്നിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ കൈയും പിടിച്ചോണ്ട് ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഈ സമയം പവിത്ര മോഹിനിയുടെ മടിയിൽ കിടക്കുവാണ്. പവിത്ര ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി നിലത്തൊന്നും അല്ല പവിത്രനെ നിർത്തിയിരിക്കുന്നത്. പിന്നീട് പവിത്ര പറഞ്ഞു, അതെ 10 മാസം എന്ന് പറഞ്ഞ് നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയണം. ഇത് കേട്ടതും പവിത്ര, ഓഹോ 10 മാസം കഴിഞ്ഞാലോ? അല്ല 10 മാസം കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ എന്നോട് ഈ സ്നേഹമൊന്നും കാണത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ആര് പറഞ്ഞു നിന്നോട് സ്നേഹം കാണത്തില്ലെന്ന്? സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയണം. നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഉണ്ടാക്കി തരാന്ന് പറയണേ. ഈ അമ്മയോടൊന്നും പറയാൻ മടിക്കരുതെന്നൊക്കെ പറയണം. അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് പവിത്രനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പവിത്രയ്ക്ക് മനസ്സിലായി ഈ ഗർഭനാടകം നല്ലതാണ്. കാരണം തനിക്ക് കിട്ടാതെ പോയ സ്നേഹമല്ല ഈ സമയത്ത് കിട്ടും. പിന്നീട് പറഞ്ഞു, പണികളും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇങ്ങനെ ഇരിക്കോ കിടക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജഗന്നാഥൻ ഓടി വരുന്നത്. മോഹിനി നീ അറിഞ്ഞോ, അതെ അവര് വരുവാന്ന് പറയണം. ആര് വരുന്നുണ്ടെന്ന്? പിങ്കിയും ഗൗതവും നന്ദൂട്ടനും വരുന്നുണ്ടെന്ന്. ഇത് കേട്ടത് മോഹിനിക്ക് അങ്ങ് സഹിച്ചില്ല. എന്താ നിങ്ങൾ ഒരു മയക്കാനുള്ള സംഘം നടത്താൻ പറയണം? എന്താ മോഹിനി ഇങ്ങനെയൊക്കെ പറയണേ? അവര് വരുവാന്ന് പറയുമ്പോൾ നിനക്ക് എന്നാ സന്തോഷമില്ലേന്ന് ചോദിക്കണം. പിന്നെ സന്തോഷിക്കാൻ പാകത്തിന് ഞാൻ എന്തിനാ
അല്ലെങ്കിൽ എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല. ഇതേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കുടുംബത്തിലെ അതിഥി വരാൻ പോവാ. ഈ ഇന്ദീവരത്തിന്റെ ചോര ഒരാളാ ചോര ഒന്നാ വരാനായിട്ട് പോന്നെ. അത് നിനക്കെന്താ ഓർമ്മയില്ലെന്ന് ചോദിക്കണം. പെട്ടെന്ന് ജഗന്നാഥൻ പറഞ്ഞു, അല്ല നീ എന്താ മോഹിനി ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കണം. പിന്നെ ഇങ്ങനെ സംസാരിക്കാതെ വേറെ എങ്ങനെ ഞാൻ സംസാരിക്കണം? നിങ്ങളിപ്പോ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ നന്ദൂട്ടന്. അവൻ ഈ കുടുംബത്തിലെ ആരാന്ന് ചോദിക്കുകയാണ്. ഈ പറയുന്ന ഗൗതം ദത്തെടുത്തോണ്ട് വന്നതല്ലേ? പട്ടി എല്ലും കഷ്ണം എടുത്തോണ്ട് വരുന്നാല് ഒരുത്തിന് കൊണ്ടുവന്ന് ഇങ്ങോട്ട്. എന്നിട്ട് ഈ കുടുംബത്തിലെ അനന്തരാവകാശം എന്ന് പറഞ്ഞ് വെച്ച് വഴിച്ചോണ്ട് വരുമല്ലായിരുന്നോ? ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. മോഹിനി ഒരു കളി കളിക്കാൻ തീരുമാനിച്ചു. ഈ കുടുംബത്തിലെ അനന്തരാവകാശിയാണ് പവിത്രയുടെ വയറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ കുടുംബത്തിന്റെ അവകാശി അല്ല, ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ അവനായിട്ട് മാറുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ പവിത്രയ്ക്കൊരു ഞെട്ടല. തന്റെ കള്ള ഗർഭവാദങ്ങാനും ഇനി ഈ പറയുന്ന മോഹിനിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിച്ചു കീറുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് പവിത്ര ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയം ജഗന്നാഥൻ പറഞ്ഞു, നീ എന്താ മോഹിനി ഇങ്ങനെയൊക്കെ? നന്ദൂട്ടൻ നമ്മൾ ആ രീതിക്കാണ് കാണുന്നു വയ്ക്കും. അങ്ങനെയൊന്നുമല്ല, പക്ഷെ എങ്കില് ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. അവന് ഈ കുടുംബത്തിലൊരു പ്രസക്തി ഇല്ലെന്ന് പറയണം. പിന്നെ പിങ്കി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് വെഞ്ചാമരം എടുത്തോണ്ട് വീശാൻ ചെല്ലാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോന്ന് പറഞ്ഞുകൊണ്ട് ജഗന്നാഥനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്. അതിനുശേഷം പിങ്കിയും നന്ദോട്ടനും ഗൗതമും കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനകമ്മയും ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. ലക്ഷ്മി വന്നിട്ട്, ആഹാ നന്ദോട്ട, അതെ സുഖമാണോ മോന്? മോന്റെ കാല് എവിടെയാണ് തട്ടിന്നോ വീണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അച്ഛമ്മനെ ഒന്ന് കാണിച്ചെന്ന് നോക്കട്ടെ എന്ന് പറയണം. പെട്ടെന്ന് നന്ദോട്ടൻ എന്ത് ചെയ്യുക, ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റി ലക്ഷ്മിയുടെ. എന്നിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. കനകമ്മ എന്നിട്ട് പറഞ്ഞു, മോനിത് എന്ത് പോക്ക പോണേ? ഈ ലഡു കഴിച്ചിട്ട് പോകും. മോന് ഇഷ്ടപ്പെട്ട ലഡു അത്. ഇതേ ഈ കനകമ്മ ഉണ്ടാക്കിയതാന്ന് പറയണം. എനിക്ക് ലഡു ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. ഇവനിത് എന്ത് പറ്റി? പോയതുപോലെ അല്ലോ തിരിച്ചു വന്നിരിക്കുന്ന കനകമ്മ പറയണം. അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, അത് പിന്നെ ഗൗരിമോളെ ഇട്ടിട്ട് പോകുന്നതിന്റെ വിഷമോ. ഗൗരിമോളെ അവനും ഭയങ്കര കൂട്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയണം. അല്ലാതെ നന്ദയുടെ കാര്യമൊന്നും പറയാനായിട്ട് പോയില്ല. ലക്ഷ്മി പറഞ്ഞു, എന്നാലും അവൻ ഇത്ര വിഷമമായിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കുഞ്ഞു മനസ്സിലായി. അവിടെ കളിക്കാനൊക്കെ കൂട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവനെ പെട്ടെന്ന് പിടിച്ചോണ്ട് വന്നതിന്റെ സങ്കടമാന്ന് പറയണം. പിന്നെ കൂടുതലൊന്നും ലക്ഷ്മിയമ്മ ചോദിക്കാൻ പോയില്ല. അപ്പോഴേക്കും കനകമ്മ ചോദിച്ചു, അല്ല ഇവിടെ നടന്ന വല്ല വിശേഷം അറിഞ്ഞായിരുന്നോ പിങ്കി മോളെന്ന് ചോദിക്കും. വിശേഷം? എന്ത് വിശേഷം? പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, പവിത്ര ഉണ്ടല്ലോ, പവിത്രയ്ക്ക് വിശേഷമുണ്ട്. പവിത്ര ഒരു അമ്മയാൻ പോവാന്ന് പറയണം. സത്യമാണോ ലക്ഷ്മിയമ്മ പറഞ്ഞെന്ന് ചോദിക്കും. അതെ സത്യമാണെന്ന് പറയണം. ആഹാ എങ്കിൽ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ, പവിത്രനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് കനകമ്മ ആലോചിച്ചിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പത്തിന് ആ മോഹിനി എന്തെങ്കിലും കുത്തി പറയുമെന്ന് പിങ്കിമോളെ. എന്ത് കുത്തി പറയാനായിട്ട്? അല്ല ഈ കുടുംബത്തിന്റെ അവകാശിയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവട്ടന് അനാഥനാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കുത്തി പറയുവോ? ആ ഒരു പേടിയുണ്ടെന്ന് പറയണേ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കനകമ്മേ. നീ അടുക്കള ജോലി ചെയ്യാൻ വന്നാലേ അടുക്കള പോയി ജോലി ചെയ്താൽ മതി. വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് ഇതുപോലെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മേനെ അടുക്കളയിൽ ഓടിക്കുവാണ് ലക്ഷ്മിയമ്മ. പക്ഷെ ലക്ഷ്മിയമ്മയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ നന്ദുവിനെ ഇനിയിപ്പം മോഹിനിയൊക്കെ ഏത് രീതിയിലായിരിക്കും കാണാൻ പോകുന്നത്. ഇത്രയും കാലം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇനി അങ്ങനെ ആവണമെന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ വരുവാണ്. ഈ സമയം ആകെപ്പാടെ സങ്കടത്തോടെ ഗൗരിമോള് ഒരു പപ്പിക്കുട്ടിയൊക്കെ എടുത്ത് വെച്ച് അതിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ വന്നത് ഗൗരിമോള് കണ്ടില്ല. ഗൗരിമോള് പപ്പിക്കുട്ടിയോട് പറഞ്ഞു, ഒന്നുമല്ലേലും നന്ദു എന്നോടൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പോകുവാന്ന് പോലും പറഞ്ഞില്ല. ഒന്നും പറയാതെ നന്ദു പോയത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഗൗരിമോൾക്ക്. ഒരുപക്ഷെ നന്ദുവിന് പപ്പയും അമ്മയും ഉള്ളതുകൊണ്ടായിരിക്കും നന്ദു എന്നോട് അങ്ങനെ കാണിച്ചേ. നന്ദുവിന്റെ പപ്പായ്ക്ക് നന്ദുവിനോട് എന്തൊരു സ്നേഹമാ, എനിക്ക് മാത്രം പപ്പായും ഇല്ല ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയാണ്. ഇത് കേട്ട നന്ദയ്ക്ക് സങ്കടമായിപ്പോയി. കാരണം അവളുടെ പപ്പയാ വന്നിട്ട് പോയെന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ, അവളോടത് പറയാനും പറ്റില്ലല്ലോ എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിലെ വേട്ടയാടുവാണ്. പിന്നീട് ഗൗരിമോള് ഇങ്ങനെ പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നന്ദ എങ്ങോട്ടൊക്കെ ഓടി വന്നു. ഗൗരിമോളെ തൊട്ട് നോക്കുകയാണ്. തൊട്ട് നോക്കിയപ്പോഴത്തേന് തീ തൊടുന്നപോലെ അത്രയ്ക്ക് നല്ല ചൂടുണ്ട്, നല്ല പനിയാണ്. പെട്ടെന്ന് നന്ദ ഗൗരിമോളെ ഒന്ന് വിളിക്കുകയാണ്. വേണ്ട വേണ്ട നന്ദു വേണ്ട, പപ്പായ നീയും കൂടെ പോവണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദയ്ക്ക് മനസ്സിലായി ആ പോയതിന്റെ വിഷമം കൊണ്ട് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് പനി പിടിച്ചാന്നുള്ള കാര്യം. നന്ദ കുഞ്ഞിനെയും കോരി എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോവാണ്. ഈ സമയം ഗൗതം ആകപ്പെടാൻ അസ്വസ്ഥനായിട്ട് ഇരിക്കുക. അങ്ങനെ ചെന്ന് അലമാരിക്കകത്തൊരു ഫോട്ടോ എടുത്തു. ഗൗതത്തിന്റെ നന്ദയുടെ ഒരു ഫോട്ടോ. ഇത്രയും കാലം അത് കയറിക്കൊന്നും കളയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് എന്ത് ചെയ്യണം, അതങ്ങോട്ട് വലിച്ചു കീറുവാണ്. അപ്പോഴേക്കും പിങ്കി ഓടി വന്നിട്ട് ചോദിച്ചു, ഗൗതം എന്ത് പരിപാടിയൊക്കെ കാണിക്കണേന്ന് ചോദിക്കുക. വേണ്ട എനിക്കിനി ആരും വേണ്ടാന്ന് പറയണേ. എന്തൊക്കെയാ ഗൗതം? അപ്പൊ ഇത്രയും കാലം ഗൗതം ഈ ഫോട്ടോ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കും.
അപ്പൊ ഗൗതത്തിന്റെ മനസ്സിൽ ഇത്രയും കാലം നന്ദ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗൗതം ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായ ഗൗതം എന്തിനിങ്ങനെ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കാണിക്കാതെ അവള് കാണിച്ച പ്രവൃത്തി കണ്ടില്ലേ, എനിക്ക് പുല്ല് വിലയല്ലേ തന്നെ. ഇത്രയും കാലം അവളെ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ ആരാ മരം മണ്ടനായിപ്പോയി. എന്നിട്ട് അവളിപ്പോ സൂചിച്ച് ജീവിക്കുന്നു ആ നിർമ്മലിനോടൊപ്പം. ആ നിർമ്മലിന്റെ അവളുടെ കുഞ്ഞാണ് ഗൗരി. എനിക്കത് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അങ്ങനെ ഒന്ന് തർപ്പിച്ച് പറയാൻ വരട്ടെ എന്ന് പറയണം. വേണ്ട വേണ്ട, എനിക്കറിയാം, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം. ഇനി അതിലൊരു സംശയമില്ലെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ അവന്റെ ഒപ്പം അവളുടെ ആ പോക്കൊക്കെ ഞാൻ കണ്ടു, എനിക്ക് സമാധാനമായെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അല്ല ഗൗതം എന്തിനാ ഇത്ര ഇമോഷൻ ആവുന്നേ? അല്ല, ഗൗതത്തിനെ വേണ്ടാത്ത ആൾക്ക് ഗൗതത്തിനും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഗൗതത്തിനെ എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം ഗൗതത്തിന് നിന്നുകൂടെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, പിങ്കി എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ എന്താ ഗൗതത്തിന്റെ മനസ്സിലുള്ള സത്യം പറ. ആ നന്ദ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് ചോദിക്കാം. നന്ദ എന്റെ മനസ്സിലിപ്പോ ഇല്ലാന്ന് പറയണം. പിന്നെ എന്താ ഗൗതം കുഴപ്പം? എന്നെ സ്വീകരിച്ച എന്താ കുഴപ്പം? എത്രയോ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ ചെല്ലുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഗൗതം ഒരു നിമിഷം സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.